عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الحمد لله. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നാം ഉദ്ദേശിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിലെ മുതശാബിഹായിട്ടുള്ള ലഫ്ലുകളുടെ ലബ്ത്ത് അതിനുവേണ്ടി ഹാഫിലുകൾക്കും ഖുർആൻ പഠിതാക്കൾക്കും ഉപകാരപ്രദമാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഖായിദകളിലൂടെയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പരിശുദ്ധ ഖുർആനിലെ ഖായിദകളായിരുന്നു. 2 ഖായിദകളാണ് നമ്മൾ മുമ്പത്തെ ഭാഗത്ത് സംസാരിച്ചത്. ഇന്ന് 3ാമത്തെ ഖായിദയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 3ാമത്തെ ഖായിദ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ചില ആളുകൾ ഒരുപക്ഷെ മുൻധാരണയിലുള്ളതായിരിക്കാം. ഖായിദയുടെ പേര് അല്ലെങ്കിൽ ചുരുക്കി മനസ്സിലാക്കാൻ അൽ വാവു ഖബ്ലൽ ഫാഇ, ഫാഇന് മുമ്പുള്ള വാവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതായത് ഖുർആനിലുള്ള ചില ആയത്തുകളിൽ അതിൻ്റെ ഇടയിലും തുടക്കത്തിലുമൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ഫ ആണോ വാവാണോ എന്ന് നമ്മൾ പലപ്പോഴും സംശയിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ വതഖത്തഉ ആണോ ഫതഖത്തഉ എന്നാണ്, ഫൈദാമസ് ആണോ വൈദാമസ് ആണോ, ഫൈമാനുരിയന്നൊക്കെ ആണോ വൈമാനുരിയന്നൊക്കെ ആണോ. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട ഒന്നാണ് വാവ് കഴിഞ്ഞിട്ടാണ് ഫാ. ഇത് എല്ലാ ഭാഗങ്ങളിലേക്കുമല്ല, മറിച്ച് സംശയമുണ്ടാക്കുന്ന ചില ആയത്തുകളുടെ ഒരു ഖായിദയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യതയ്ക്ക് വേണ്ടി നമ്മൾ വാവ ഫാഇന് മുമ്പാണെന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്ക് നോക്കാം. സൂറത്തുൽ ഖസസിലുള്ള ആയത്താണ് വമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ വസീനതുഹാ. 60ാമത്തെ ആയത്താണ് സൂറത്തുൽ ഖസസിൽ. ഈ ആയത്ത് ഓതുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഫമാ ഊതീതു എന്നാണോ വമാ ഊതീതു എന്നാണോ. കാരണം ഇങ്ങനെ ഖുർആനിൽ വേറെ ഒരു ആയത്തുണ്ട്. സൂറത്തു ശൂറയുടെ 36ാമത്തെ ആയത്ത് തുടങ്ങുന്നതും ഇതേപോലെ തന്നെയാണ്. ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ. അപ്പം തുടക്കത്തിൽ എന്താണ്? അപ്പം ആദ്യം വന്ന സൂറത്തിൽ വാവാണ് ഉണ്ടാവുക. കാരണം ഖസസ് സൂറത്തു ശൂറയുടെ മുമ്പാണല്ലോ. അപ്പോൾ ആദ്യം വരുന്നത് വാവായിരിക്കും. അപ്പം ഖുർആനിലുള്ള സൂറത്തുകളുടെ തർത്തീബ്, ഈ നിയമം മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ സൂറത്തുൽ ഖസസിലുള്ളത് വാവാണെന്നും ശേഷം സൂറത്തു ശൂറയിലാണെങ്കിൽ അത് ഫ ആണെന്നും നമുക്ക് ബോധ്യപ്പെടണം. ഇതേ പ്രകാരം തന്നെ മറ്റൊന്നാണ് വനിഅമ അജ്റുൽ ആമിലീൻ, ഫനിഅമ അജ്റുൽ ആമിലീൻ. അപ്പോൾ അവിടെ വാവാണോ ഫ ആണോ എന്ന് പലപ്പോഴും പലർക്കും മാറിപ്പോകും. അവിടെയും നമ്മൾ ഈ ഒരു നിയമത്തെ അവലംബിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇമ്രാനിലും സൂറത്തു സുമറിലുമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ സൂറത്തു ആലു ഇമ്രാനിലെ വാവാണെന്നും പിന്നീട് വന്ന സൂറത്തു സുമറിൻ്റെ 74ാമത്തെ ആയത്തിൽ ഫ ആണെന്നും മനസ്സിലാക്കണം. ഇതേ പ്രകാരം തന്നെയാണ് വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും. പിന്നെ ഫഖാലയാണോ വഖാലയാണോ നമ്മൾ കൺഫ്യൂഷൻ ആകും. മുമ്പിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ നമ്മളൊന്ന് കണ്ണടച്ച് ഓതുകയാണെങ്കിൽ വതഖത്തഉ ആണോ ഫതഖത്തഉ ആണോ എവിടെയാണ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റാറുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ ഹറക്കത്തുകൾ മാറിപ്പോകുന്നതും അക്ഷരങ്ങൾ മാറിപ്പോകുന്നതും പിഴവ് തന്നെയാണ്. ഇത് വലിയ ലഹ്നനാണ്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം വരുന്ന സൂറത്ത് വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. അപ്പം വഖാല എന്ന് സൂറത്തു സ്വാദിലുണ്ട്. അതേ സ്ഥാനത്ത് സൂറത്ത് ഖാഫിലുള്ളത് ബൽ അജിബു അൻ ജാഅഹും
منذر منهم فقال الكافرون هذا شيء عجيب. രണ്ടാമത്തെ സൂറത്തിലാണ് എന്ന് പറഞ്ഞാൽ ശേഷം വരുന്ന ഖാഫ് എന്ന് പറയുന്ന രണ്ടാമത്തെ സൂറത്തിലാണ്. മറ്റൊന്നാണ് വതഖത്തഉ. നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്തുൽ അംബിയായിൽ വതഖത്തഉ ഉണ്ട്, അതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനീനയിൽ ഫതഖത്തഉ ഉണ്ട്. അപ്പോൾ ആദ്യം വന്ന സൂറത്തുൽ അംബിയ ആണ്, അതിന് ശേഷമാണ് സൂറത്തുൽ മുഅ്മിനൂന ഉള്ളത്. അപ്പോൾ സൂറത്തുൽ അംബിയായിൻ്റെ 93-ാമത്തെ ആയത്ത് വതഖത്തഉ ആണെന്നും സൂറത്തുൽ മുഅ്മിനൂനയിലുള്ള ആയത്ത് ഫതഖത്തഉ ആണെന്നും മനസ്സിലാക്കുക. ഇങ്ങനെ വാവും ഫാവും തമ്മിൽ വ്യത്യാസപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മളിപ്പോൾ തന്നെ 4 പറഞ്ഞു. ഇനി മറ്റൊന്നാണ് വൈദാമസ്സൽ ഇൻസാന, ഫൈദാമസ്സൽ ഇൻസാൻ. എപ്പോഴും പലർക്കും തെറ്റിപ്പോകുന്ന ഒന്നാണ്. അപ്പോൾ വൈദാമസ്സൽ ഇൻസാന എന്നാണോ ഫൈദാമസ്സൽ ഇൻസാൻ എന്നാണോ? സൂറത്ത് സുമറിലാണ് രണ്ടും വന്നിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ പേടി വേണ്ട. എന്നാൽ ആദ്യം ഏതാണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാവാണ് ഫായിന് ശേഷം. അപ്പോൾ സൂറത്ത് സുമറിൻ്റെ 2ാമത്തെ പേജിലാണ് വൈദാമസ്സൽ ഇൻസാന കാണുക. ആ 2ാമത്തെ പേജിൽ വാവാണ് ആദ്യം, പിന്നെയാണ് സൂറത്ത് സുമറിൻ്റെ ഫമനല്ലം ജുസ്ഇൽ 3ാമത്തെ പേജിലാണ് ഫൈദാമസ്സൽ ഇൻസാന വരുന്നത്. അപ്പം ഈ ഒരു ഖായിദ നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം. മറ്റൊന്നാണ് വഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഇദുഹും. മറ്റൊരു സ്ഥലത്ത് കാണാം ഫഇമ്മാ നുരിയന്നക. നമ്മളാകെ കൺഫ്യൂഷനാവും, ഏതാ വൈമ്മയാണോ ഫൈമ്മയാണോ? അവിടെ എത്തുമ്പോഴാണ് നമ്മളിത് പതറുക. ഓതുമ്പോഴോ അല്ലെങ്കിൽ നിസ്കാരത്തിലോ അല്ലെങ്കിൽ മത്സരത്തിലോ അല്ലെങ്കിൽ നമ്മളല്ലാതെ ഓതുമ്പം തന്നെ ഓതിക്കൊടുക്കുമ്പോഴോ, അതുവരെ നമ്മൾ ഓതുമ്പം കറക്റ്റ് ആയിരിക്കും, പക്ഷെ ആ ഒരു സ്പോട്ടിൽ സംശയം വന്നോ നമ്മൾ സ്റ്റെക്കാവും. അങ്ങനെ സ്റ്റെക്കാകുന്ന അവസരത്തിൽ ഇമ്മാനുരിയന്നക്ക എന്നാണോ ഫൈമ്മാനുരിയന്നക്ക എന്നാണോ സംശയം വരുമ്പോൾ സൂറത്ത് യൂനുസിലാണ് ഒന്നുള്ളത്, മറ്റൊന്ന് സൂറത്ത് ഗാഫിറിലാണ്. അപ്പോൾ യൂനുസാണല്ലോ ആദ്യം, അപ്പോൾ അവിടെ വൈമ്മ, ഗാഫിറിലാകുമ്പോൾ സൂറത്ത് ഫൈമ്മാനുരിയന്നക്ക. അപ്പോൾ وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِلَيْنَا مَرْجِعُهُمْ ثُمَّ اللَّهُ شَهِيدٌ عَلَى مَا يَفْعَلُونَ. സൂറത്തു യൂനുസിലേക്ക് ചേർത്തി കൊടുക്കണം. ഇനി സൂറത്തു ഗാഫിറിലോ فاصبر إن وعد الله حق فإما نرينك بعض الذي نعدهم أو نتوفينك فإلينا يرجعون. ഇവിടെ ഗാഫിറിൽ ഫഇമ്മയാണ് എന്ന് നമ്മൾ കൂട്ടി കൊടുക്കണം. അള്ളാഹു ഈ ഒരു പരിശുദ്ധ ഖുർആനിലെ ഈ മുതശാബിഹാത്തുകൾ മാറിപ്പോവാതെ ഓതണം. അങ്ങനെയുള്ള ഹാഫിളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആമീൻ. ഇനി ഇതിനോട് ഉപോത്ബലകമായ മറ്റൊന്നാണ് അൽ ബാഉ ഖബ്ലൽ മീം. നമ്മൾ ആദ്യം പഠിച്ചത് അൽ വാവു ഖബ്ലൽ ഫ എന്നായിരുന്നു. ഇവിടെ പഠിക്കേണ്ടത് അൽ ബാഉ ഖബ്ലൽ മീം. മീമിന് മുമ്പാണ് ബാ. അതായത് ഖുർആനിലുള്ള ഒരു പ്രയോഗമാണ് ബഅദ, അതേപോലെ തന്നെ ബഅദു, മിംബഅദ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഓതിങ്ങനെ വരുമ്പം ബഅദാണോ മിംബഅദാണോ എന്ന് സംശയിക്കും. അപ്പോൾ ആദ്യം ബഅദയായിരിക്കും, പിന്നെയാണ് മിംബഅദ് ഉണ്ടാവുക. അതേപോലെ മറ്റൊന്നാണ് ബിൽ മഅറൂഫ് മിം മഅറൂഫ്, തെറ്റിപ്പോകുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യം ബിൽ മഅറൂഫും പിന്നീട് മിം മഅറൂഫും ആയിരിക്കും. അപ്പോൾ ആദ്യം ബഅദ പിന്നെ മിംബഅദ്. അതേപോലെ ആദ്യം ബിൽ മഅറൂഫ് പിന്നീട് മിം മഅറൂഫ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ബിമൻ ജാഅ മൻ ജാഅ. അപ്പോൾ അവിടെയും ബിമൻ ജാഅ പറഞ്ഞിട്ടാണ് മൻ ജാഅ പറയേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഉദാഹരണം നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ 2 ആയത്തുകളുണ്ട്, നമുക്കൊക്കെ അറിയാം. ഒന്ന് അലിഫ് ലാം മീം ജുസിലും ഒന്ന് അതേപോലെ തന്നെ സയഖൂൽ ജുസിലുണ്ട്. വലഇൻ ഇത്തബഅത അഹ്വാഅഹും. അവിടെ നമ്മൾ അങ്ങനെ കൺഫ്യൂഷൻ ആകുക. ആദ്യം ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ എന്നാണ് സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീമിലെ 120-ാമത്തെ ആയത്ത്. അതേ സ്ഥാനത്ത് സയഖൂലുവിൽ ആ 2ാമത്തെ ഭാഗത്തുമ്പം അത് അൽ ബാഉ ഖബ്ലൽ മീം എന്ന ഖായിദ നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ അവിടെ ബഅദ് കഴിഞ്ഞു, അപ്പോൾ ഇവിടെ മിംബാദ് മീം ഉണ്ടാവും. അപ്പോൾ വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഇന്നക ഇദൽ ലമിനൽ ളാലിമീൻ. ഇവിടെ 2ാമത്തെ ഭാഗത്ത് മിംബാദ്, ആദ്യത്തേത് ബഅദ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മറ്റൊരു ഉദാഹരണമാണ് സൂറത്തുൽ ബഖറയിൽ തന്നെ 2 സ്ഥലങ്ങളിൽ ബിൽ മഅറൂഫ് ഉണ്ട് മിം മഅറൂഫ് ഉണ്ട്. ആദ്യം ബാ ഉള്ളത് പറയണം, പിന്നീട് മീം ഉള്ളത് പറയുക എന്ന് ധരിച്ചു വെച്ചാൽ ആ ഭാഗത്തും നമുക്ക് എളുപ്പമായി.
فلا جناح عليكم فيما فعلن في أنفسهن بالمعروف. അവിടെ ബിൽ മാറൂഫ് ആണ് ആദ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് വല്ലദീന യുതവഫൗന മിൻകും എന്ന് പറയുന്ന ആയത്തിൽ ബിൽ മാറൂഫാണ്. അതേ സ്ഥാനത്ത് വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യ, അതായത് രണ്ടാമത്തെ ഭാഗം അവിടെ മിൻ മഅറൂഫാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ് فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف. മിൻ മഅറൂഫ് ആക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു എല്ലാം മനസ്സിലാക്കാൻ തോന്നും. അതായത് ആദ്യം വരുന്നതും രണ്ടാമത് വരുന്നതും നോക്കി വെക്കണം. അപ്പം രണ്ടാമത് വരുന്ന ഈ ബഖറയിലുള്ളത് ഹാഫിളു അലസ്വലവാത്ത് എന്നുള്ള ആ പേജിലാണ്. മൂന്നാമത്തെ ഒരു ഉദാഹരണമാണ് ബഅദ് മിൻ ബഅദിൻ്റെ മറ്റൊരു ഉദാഹരണം. സൂറത്തുൻ നഹ്ലിൽ കാണാം, വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംരി ലികൈ ലാ യഅലം. അവിടെ നമ്മൾ ചെക്കാവരുത്. അപ്പം നമ്മൾ ഖായിദ ബഅദ് കഴിഞ്ഞിട്ടാണ് മീം, ബഅദ് കഴിഞ്ഞിട്ടാണ് മീം, ബാ കഴിഞ്ഞിട്ടാണ് മീം. അപ്പം ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ. ഇതേപോലെ ഒരേപോലെ അല്ല, തുടക്കത്തിൽ മാറ്റമുണ്ട്. എന്നാലും ഹജ്ജിൽ ഒരു 5-ാമത്തെ ആയത്തുണ്ട്, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ മറ്റൊന്നാണ് സൂറത്തുൽ ഖസസിലെ 37-ാമത്തെ ആയത്ത്. അതേ സൂറത്തിൽ തന്നെ മറ്റൊരു ആയത്തും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് സൂറത്തുൽ ഖസസ് പറയുമ്പോൾ ഫമാകാന ജുസ് ആണല്ലോ. അവിടെ വഖാല മൂസ റബ്ബി അഅലമു ബിമൻ ജാഅ ബിൽ ഹുദ. വഖാല മൂസ റബ്ബി അഅലമു മൻ ജാഅ എന്നാണ് ബിമൻ ജാഅ. അപ്പം വഖാല മൂസ റബ്ബി അഅലമു എന്നുള്ള ആയത്ത് ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മഅദ് എന്ന ആയത്തിനെ മുമ്പാണ്. എന്ന് പറഞ്ഞാൽ 37-ാമത്തെ ആയത്താണ്, 85-ാമത്തെ അവസാനത്തെ ഭാഗത്താണ്. അപ്പോൾ നമ്മളവിടെ എന്ത് മനസ്സിലാക്കണം? ആദ്യം ബാ വെച്ചൂത ബിമൻ ജാഅ. രണ്ടാമത്തെ ഭാഗം ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മഅദ് ഖുർ റബ്ബി അഅലമു മൻ ജാഅ ബിൽ ഹുദാ. അവിടെ നമ്മൾ അങ്ങനെ പാരായണം ചെയ്യണം. അപ്പം ഈ ഒരു ഖായിദ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നതാണ്. ഇതാണ് നമ്മൾ മൂന്നാമത് പഠിച്ച ഖായിദ. നാലാമത്തെ ഖായിദ ഇവിടെ പറയുന്നത് അർറബ്തു ബൈനൽ മൗഖിഇ അൽ മുതശാബിഹി വസ്മി സൂറത്തിഹി. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മുതശാബിഹായ 2 ആയത്തുകളും ആ ആയത്തുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ആ ആയത്തും ആ ആയത്തുള്ള സൂറത്തും നമ്മൾ കണക്റ്റ് ചെയ്ത് വെച്ച് പഠിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മഅദൂദത്ത് എന്നുണ്ട്, മഅദൂദാത്തും ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ സംശയിക്കുന്ന ഒരു ഭാഗമാണ് മഅദൂദത്ത്. അപ്പം നമ്മൾ മഅദൂദത്താണോ മഅദൂദാത്താണോ? അപ്പം മഅദൂദത്ത് എന്നുള്ളത് സൂറത്തുൽ ബഖറയിലാണ്, അലിഫ് ലാം മീമിലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ചിലപ്പോൾ തെറ്റിപ്പോകുമല്ലോ, ഹാഫിളുകളാണല്ലോ, മനുഷ്യനാണല്ലോ. ഇൻസാന് നിസിയാനിൽ നിന്നാണ് പറഞ്ഞതെന്ന് തഫ്സീറിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ എങ്ങനെ കൃത്യപ്പെടുത്തും? ആ കൃത്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് മഅദൂദാത്ത് എന്നുള്ളത് ആലു ഇമ്രാനിലാണ്. അതുകൊണ്ട് തന്നെ ബഖറയിലാണ് മഅദൂദത്ത് എന്നുള്ളത്. മഅദൂദത്ത് എന്ന് പറഞ്ഞാൽ അത് സിംഗുലറാണ്. സിംഗുലർ എന്ന് പറയുമ്പം അത് ഏകവചനമാണ്. മഅദൂദാത്ത് എന്ന് പറയുമ്പോൾ അത് ജംആണ്, പ്ലൂരലാണ്. അപ്പം ബഹുവചനാണ്. അപ്പം ബഹുവചനവും ഏകവചനവും നമ്മൾ മനസ്സിലാക്കാൻ ബഖറ എന്നുള്ള സൂറത്ത് വഹദാനാണ്, മുഫ്രദാണല്ലോ. അതുകൊണ്ട് തന്നെ മുഫ്രദായ സൂറത്തിൽ മുഫ്രദായ മഅദൂദത്ത്, ബഖറ മഅദൂദ മുഫ്രദ്. ഇനി മഅദൂദാത്ത് എന്നുള്ളത് ആൽ എന്നത് ജംആണ്, ആലു ഇമ്രാൻ എന്നുള്ളത് ജംആണ്. അപ്പം മഅദൂദാത്ത് എന്നുള്ള ആലു ഇമ്രാനിലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സൂറത്തുൽ ബഖറയിലെ 80-ാമത്തെ ആയത്തും ആലു ഇമ്രാനിലെ 24-ാമത്തെ ആയത്തും മാറിപ്പോകൂല.
ഇതേ പ്രകാരം മറ്റൊന്നാണ് സമാവാത്ത്. ചില ആളുകൾക്കൊക്കെ തെറ്റ് സംഭവിക്കും. അതായത് ഒരേപോലെയുള്ള രണ്ടായത്തുണ്ട് ഖുർആനിൽ. വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. ഇതാണ് സൂറത്തുൽ അംബിയായിൽ വന്നിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ഇതേപോലെയുള്ള നമ്മളൊന്നാണ് സ്ഥിരമായിട്ട് പോകുന്ന സൂറത്ത് ദുഹാനിലൊക്കെ ഉള്ള ഒരായത്ത്. وما خلقنا السماوات والأرض وما بينهما لاعبين. ഇവിടെ സൂറത്ത് ദുഹാന്റെ 38-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതിന് പേര്, ആ സൂറകളുടെ പേര്, ഒന്ന് സൂറത്ത് ദുഹാനിലാണെന്നും സൂറത്തുൽ ഹജ്ജിലാണെന്നുള്ള ആദ്യം നമ്മളത് സൂറത്തുൽ അംബിയായിലാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് മനസ്സിലാക്കി വെച്ചാൽ സൂറത്തുൽ അംബിയായിലുള്ളത് ഏതാണ്? അത് അംബിയാ സമാ ഉണ്ടോ, ഒരു ബന്ധം. അപ്പോൾ അവസാനത്തെ വസന നോക്കുക, അംബിയാ സമാ. ഈ ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അപ്പോൾ പിന്നെ സൂറത്തുൽ അംബിയായിൽ നമ്മൾ അറിയാതെ സമാവാത്ത് ഓതൂല. അംബിയായിൽ സമാ ആണെന്ന് പഠിച്ചു വെച്ചാൽ സൂറത്ത് ദുഹാനിലെ സമാവാത്താണെന്ന് വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലബ്ത്ത് ചെയ്യുന്ന ഒരു രീതിയാണ് നാലാമത്തെ ഖായിദ. മറ്റൊന്നാണ് وكذلك حقت كلمة ربك على الذين كفروا. കൺഫ്യൂഷൻ ആവും അല്ലെ? അവിടെ എത്തുമ്പോൾ ഫസഖു ആണോ കഫറു ആണോ? രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫിദുകൾ. സൂറത്ത് യൂനുസിലാണ് ഒന്ന് വന്നിട്ടുള്ളത്, സൂറത്തു ഗാഫിറിലാണ് കഫറു പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ബന്ധപ്പെടുത്തുക? അതായത് സൂറത്തു യൂനുസ് അല്ലേ, പേരെന്താണ്? യൂനുസിൽ സീനുണ്ട്, ഫസഖു എന്നതിലും സീനുണ്ട്. അപ്പോൾ സീനുള്ള സൂറത്തിൽ യൂനുസിൽ സീനുണ്ട്, അപ്പോൾ ഫസഖു എന്നതിൽ സീനുണ്ട്. അപ്പോൾ സീനുള്ളതിൽ ഓതണം. وكذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون. അപ്പോൾ ഇത് ഏത് സൂറത്താന്ന് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷൻ ആവില്ല. ഫസഖ് ഉള്ളത് യൂനുസിലാണ്, നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നാൽ وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار. ഗാഫിറിൻ്റെ 6-ാമത്തെ ആയത്ത്. അപ്പോൾ കഫറു എന്നുള്ളിടത്ത് നമ്മൾ കൺഫ്യൂഷൻ ആകും. ഗാഫിറിൽ റാ ഉണ്ട്, കഫറൂലും റാ ഉണ്ട്. അപ്പം റാ ഉള്ള സൂറത്തിൽ റാ ഉള്ള കഫറു, റാ ഉള്ള സൂറത്തിൽ റാ ഉള്ള ആയത്ത്, റാ ഉള്ള സൂറത്തിൽ റാ ഉള്ള ആയത്താണെങ്കിൽ സീനുള്ള സൂറത്തിൽ സീനുള്ള ആയത്ത്. ഇതാണ് നാലാമത്തെ ഒരു ഖായിദ. മറ്റൊന്നാണ് 5-ാമത്തെ ഖായിദയാണ് അൽളബ്തു ബിസിയാദത്തിൽ മൗദിഇൽ മുതഅഖിർ. 3 ഖായിദകളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 3-ാമത്തെ ഖായിദ അൽളബ്തു ബിസിയാദത്തിൽ മൗദിഇൽ മുതഅഖിർ. അവസാനം വരുന്ന സ്ഥലത്ത് കുറച്ച് കൂടുതലുണ്ടാകും, ആദ്യം വരുമ്പോൾ അത്ര ഉണ്ടാകൂല, കുറവായിരിക്കും, എണ്ണം കുറവായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ മാ അൻത ഇല്ലാ ബശറും മിസ്ലുനാ എന്നും ഖുർആനിലുണ്ട്, വമാ അൻത ഇല്ലാ ബശറും മിസ്ലുനാ. അപ്പോൾ ഇവിടെ ആദ്യം വന്നത് ഏതാണ്? ഒരു സൂറത്തിൽ തന്നെയാണ്, ഷുറായിലാണ് ഈ പറഞ്ഞ രണ്ടും ഉള്ളത്, അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു 2 പേജിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമുള്ളിടത്ത് മാ അന്ത, രണ്ടാമത് വന്നപ്പോൾ വാ ഉണ്ടോ. അപ്പോൾ അവസാനത്തെ സ്ഥലത്ത് ശേഷം വരുന്നതിൽ പദങ്ങൾ വർദ്ധിക്കുക, മുന്തി വരുന്നതിൽ പദങ്ങൾ കുറയുക എന്ന ഒരു രീതി നമ്മൾ ഇതിനെ അവലംബിക്കാവുന്നതാണ്. മറ്റൊരു ഉദാഹരണം വതൻഹിതൂനൽ ജിബാല ബുയൂത. മറ്റൊന്നാണ് വതൻഹിതൂന മിനൽ ജിബാലി ബുയൂത. അപ്പോൾ വതൻഹിതൂനൽ ജിബാല എന്നുള്ള ആദ്യം വന്ന സൂറത്തു അൽ അറാഫിലെ 74-ാമത്തെ വചനത്തിൽ കുറച്ചേ ഉള്ളൂ, മിൻ എന്ന പദമില്ല. അതേ സ്ഥാനത്ത് ശേഷം വരുന്ന ഇതേ ആയത്ത് ശേഷം വരുന്നത് സൂറത്ത് ഷുറായില, അത് 2-ാമതാണല്ലോ ഖുർആനിൽ, അറാഫ് കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ശേഷം വരുന്ന സൂറത്തിൻ്റെ കുറച്ചുകൂടി കൂടി. അപ്പോൾ വതൻഹിതൂന മിനൽ ജിബാലി എന്നായി. ഈ ഒരു ഖായിദ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അറാഫിൽ ഇപ്പം അങ്ങനെയുള്ളത്. അതേ സ്ഥാനത്ത് സൂറത്തു നംലിൽ അഖ്രിജൂ ആല ലൂത്തിൻ മിൻ ഖറിയതികും, അതായത് ഫമാ കാന ജവാബ ഖൗമി എന്ന് പറഞ്ഞിട്ട് സൂറത്തു അറാഫിൽ ഖാലൽ മലഉ ജുസ്ഉ തുടങ്ങുന്നതിന് മുമ്പ് വലുവന്നൻ്റെ അവസാനത്തെ പേജിൻ്റെ തുടക്കമാണ്. അപ്പം തെറ്റിപ്പോരുത്. ആറാഫിൽ എന്തില്ല? ആലില്ല. ആല് എന്നുള്ളത് കൂടി പറഞ്ഞത് 2-ാമത്തെ സൂറത്ത് അതേതാ? അത് ഫമാഖാന തുടങ്ങുമ്പോൾ മാറിപ്പോരുത്. ഫമാഖാന ജുസുവിൻ്റെ തുടക്കത്തിലുള്ള ആയത്താണത്. അപ്പോൾ
ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയൊരു ഭാഗമാണ്. മറ്റൊന്ന് ഫമൻ യംലികു മിനല്ലാഹി ഷൈആ, ഒരു സ്ഥലത്ത് മാഇദയിലുണ്ട് ഫമൻ യംലികു മിനല്ലാഹി ഷൈആ. മറ്റൊരു സ്ഥലത്തുള്ളത് ഫമൻ യംലികു ലക്കും മിനല്ലാഹി ഷൈആ, സൂറത്തുൽ ഫത്ഹിൽ. അപ്പോൾ ഫത്ഹും മാഇദയൊന്നും മാറിപ്പോകരുത്. ഫത്ഹിൽ കുറച്ച് കൂടുതലുണ്ട്, കാരണം ഫത്ഹ് ശേഷമാണ്. അപ്പോൾ ആദ്യം മുന്തി വന്ന ഭാഗത്ത്, അതായത് സൂറത്തുൽ മാഇദയിൽ ലക്കും എന്നുള്ള പദമല്ല, അപ്പോൾ കുറവാണ്. ഇങ്ങനെയുള്ള ഒരു ലബ്ത്ത് ചെയ്യുന്ന രീതിയാണ്. ഇതേപോലെയുള്ള മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പഠിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുക. അൽ-ലബ്തു ബിസിയാദ ലിൽ മൗളിഇൽ മുതഅഖിർ. ഇതേ കായിക തന്നെയാണ് അഞ്ചാമത്തെ കായിക. നമ്മൾ 5 കായികകളാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞിട്ട് 5 കായികകൾ ഒന്ന് പറയണം. വയകൂനുദ്ദീനു ലില്ലാഹ് വയകൂനദ്ദീനു കുല്ലുഹു ലില്ലാഹ്, മാറിപ്പോരുത്. അപ്പോൾ ആദ്യം ബഖറയിലാണുള്ളത്, അപ്പോൾ ബഖറയിൽ വയകൂനദ്ദീനു ലില്ലാഹ്. അതേ സ്ഥാനത്ത് അംഫാലിൽ ഇതേ ആയത്ത് ഇതേ മുതശാബിഹത്ത് ഓതുമ്പോൾ അത് രണ്ടാമത് വന്ന സൂറത്ത്, അപ്പോൾ വയകൂനദ്ദീനു കുല്ലുഹു ലില്ലാഹ്. മറ്റൊന്നാണ് വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ, സൂറത്ത് യൂസുഫിൽ. ഇതേപോലുള്ള ഒരായത്ത് സൂറത്തുൽ ഖസസിൽ മൂസാ നബിൻ്റെ സംഭവം പറയുന്ന ആ ഭാഗത്ത് നമുക്ക് കാണാം. അപ്പോൾ വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആതൈന, അവിടെ കണ്ടോ വസ്തവ എന്നുള്ളൊരു പദം കൂടി, പ്രത്യേക ഹൈലൈറ്റ് ചെയ്ത് കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അതേ സ്ഥാനത്ത് സൂറത്ത് യൂസുഫിൽ അങ്ങനെ ഒരു പദം കൂടിയത് കാണുന്നില്ല, കാരണം സൂറത്ത് യൂസുഫിൽ കുറവാണ്. അപ്പോൾ ആദ്യമുള്ളതിൽ കുറവും ശേഷമുള്ളതിൽ കൂടുതലും എന്ന കായികയിൽ പെടുന്നതാണിത്. അപ്പോൾ ചില കായികകളിലൂടെ മാറിപ്പോകുന്ന ഭാഗങ്ങൾ നമ്മൾ ലബ്ത്ത് ചെയ്താൽ മതി. മറ്റൊന്നാണ് വഖ്ഫിൽ ജനാഹക ലിൽ മുഅ്മിനീൻ. നമുക്കൊക്കെ അറിയാം സൂറത്തുൽ ഹിജ്റിലുണ്ട് വഖ്ഫിൽ ജനാഹക. എന്നാൽ സൂറത്ത് ഷുആറയിലുള്ളതോ രണ്ടും ചെറിയ ചെറിയ ആയത്തായതുകൊണ്ട് മാറിപ്പോ. വഖ്ഫിൽ ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, അവിടെ ലിമനിത്തബഅക എന്നുള്ളൊരു പദം അല്ലെങ്കിൽ ഒരു ജുംല, ഒരു കലിമാത്തുകൾ, 2 കലിമത്ത്, ലിമൻ എന്നുള്ള കലിമത്തും ഇത്തബഅക എന്നുള്ള കലിമത്തും എന്തായി, അത് കൂടി. അങ്ങനെ കൂടിയപ്പം അവിടെ നമ്മൾ അത് സൂറത്ത് ഷുആറ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്താണ് വഖ്ഫിൽ ജനാഹക ലിമനിത്തബഅക. അപ്പോൾ പിന്നെ സൂറത്ത് ഹിജ്ർ ഓതുമ്പോൾ ഒരിക്കലും അത് വരരുത്, കാരണം ഹിജ്റിലല്ല, 2 ഭാഗം വന്നത് ഹിജ്റിലും ഷുആറയിലാണെന്ന് പഠിച്ചു വെക്കണം. ഈ മുത്തശാബിഹാത്തൊക്കെ ലബ്ത്ത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 മുത്തശാബിഹാത്തുകൾ എവിടെയാണ് വന്നത് എന്നാണ്. അപ്പോൾ 2 സ്ഥലത്തിൻ്റെ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലബ്ത്ത് ചെയ്യില്ല. അപ്പോൾ ഈ കായികകൾ അവലംബിക്കണമെങ്കിൽ ഈ മുത്തശാബിഹാത്തിൻ്റെ സ്ഥലങ്ങൾ നമ്മളെ മനസ്സിൽ വേണം. സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കായികകളിലൂടെ വളരെ എളുപ്പത്തിൽ ലഘുവായി ഒരു തെറ്റുമില്ലാതെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവസാനത്തെ മറ്റൊരു ഉദാഹരണം കാല അലം അക്കുൽ, വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ കാണാം കാല അലം. നമ്മളങ്ങനെ ഓതി എത്തുമ്പോൾ ചിലപ്പോൾ കാല അലം അക്കുല്ലക്ക എന്നാണ്, കാല അലം അക്കുൽ എന്നാണ്. അപ്പോൾ ആദ്യ ഭാഗത്ത് വന്നത് കാല അലം അക്കുൽ എന്നാണ്. അവസാനാണ് ആ ജുസ് തുടങ്ങുമ്പോഴാണ് കാല അലം അക്കുല്ലക്ക എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫിൽ അത് മുമ്പ് വന്നിട്ടുണ്ട്, കാലലം ജുസ് അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം സൂറത്തുൽ കഹ്ഫിൽ ആദ്യം വരുമ്പോൾ കാല അലം അക്കുൽ എന്നേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ശേഷം വരുന്ന ഭാഗത്ത് ലഖ എന്ന പദം കൂടി വർദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രൂപമാണ് ഈ 5ാമത്തെ അൽ-ലബ്തു ബിസിയാദതി ലിൽ മൗളിഇൽ മുതഅഖിർ എന്ന് പറയുന്ന 5ാമത്തെ കായിദ. മറ്റൊരു കായിദ നമ്മൾ പഠിച്ചതാണ് അർ-റബ്തു ബൈനൽ മൗഖിഇൽ മുതശാബിഹി വസ്മി സൂറത്തിഹി. അപ്പോൾ ഒരു മുതശാബിഹായ ആയത്തിൻ്റെയും വസ്മി സൂറത്തിഹി, ആ ആയത്തുള്ള സൂറത്തിൻ്റെയും പേര് പഠിച്ചുകൊണ്ട്. മറ്റൊന്നാണ് അൽ ബാഉ ഖബ്ല അൽ മീം, മറ്റൊന്നാണ് അൽ വാബു ഖബ്ല അൽ ഫാ, വാവിന് മുമ്പ് ഫാ, ഫാഇന് മുമ്പ് വാവ്, മീമിന് മുമ്പ് ബാ. അതേപോലെ തന്നെ ഒരൊറ്റ ആയത്ത് അൽ ആയത്തുൽ വഹീദ, അതായത് മുതശാബിഹാത്തുകൾ ഉണ്ടാകുമ്പം ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരൊറ്റ സ്ഥലത്താണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഉദാഹരണം പറയുകയാണെങ്കിൽ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ. ഖുർആനിൽ ഇങ്ങനെ 4 രൂപത്തിൽ വൽ അഫ്ഇദത എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സമഅ വൽ അബ്സാർ വൽ അഫ്ഇദത പറയുന്ന ഭാഗങ്ങളിലൊക്കെ, അതായത് മനുഷ്യൻ്റെ കർണപുടങ്ങളും അതേപോലെ തന്നെ കാഴ്ചയും അവൻ്റെ ഹൃദയമൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ ഖലീലമ്മാ തഷ്കുറൂൻ, നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണെന്ന് പറഞ്ഞത് 3 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാറിപ്പോവാതിരിക്കാൻ ഖുർആനിൽ ഒറ്റവട്ടം ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് വന്നത്, വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് വന്നത് സൂറത്തുൻ നഹ്ലില. അപ്പോൾ ഒറ്റ ആയത്ത് പഠിക്കലിലൂടെ 4 ആയത്തുകൾ നമുക്ക് കൃത്യമാകുന്നു. ഇതേപോലെ മറ്റൊരു ഉദാഹരണമാണ്
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാർ. ഇപ്പം തന്നെ എല്ലാവർക്കും സംശയം ഇത് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വസഖറ ശംസ വൽ ഖമർ, അതാണ് നമ്മുടെ പോയിന്റ്. കുല്ലു യജ്രി ഇലാ അജ്ലിൻ എന്നാണോ ലി അജ്ലിൻ എന്നാണ്, പെട്ടെന്ന് മാറിപ്പോ. കുല്ലു യജ്രി രണ്ടിലേതോ ഒന്നാന്ന് ഉറപ്പാണ്. അപ്പോൾ ഇലാ അജ്ലിൻ എന്നുള്ളത് സൂറത്തുൽ ലുഖ്മാനിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ ലി അജലിൻ, അതായത് റാദിൽ വന്നിട്ടുണ്ട് ഇത്, അതേപോലെ തന്നെ ഫാത്തിറിൽ വന്നിട്ടുണ്ട്, സൂറത്ത് സുമറിലും വന്നിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ ലി അജലിൻ എന്നാണ്. സൂറത്ത് സുമറിൽ ലി അജലിൻ എന്നാണ്. യുക്കബിറുൻ നഹറാലിലെ ഫസ്റ്റ് പേജിൽ സൂറത്ത് സുമറിൻ്റെ, അതേപോലെ തന്നെ സൂറത്ത് റാദിൻ്റെയും തുടക്ക ഭാഗത്ത് കുല്ലു യജ്രി ലി അജലിൻ. അപ്പോൾ മാറിപ്പോകുന്ന ഇലാജലിൻ എന്നുള്ളത് ലുഖ്മാനിൽ മാത്രമാണ്. അതാണ് അൽ ആയത്തുൽ വാഹിദ എന്ന് നമ്മൾ പഠിച്ചു വെച്ചത്. മറ്റൊരു കായികയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതായത് തർത്തീബുൽ ഹിജായി, അതായത് ഹിജായി ആയ അക്ഷരങ്ങളെ ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ ഫക്കുലു മിൻഹ വഅത്ഇമുൽ ബാഇസുൽ ഫഖീർ എന്നതാണ് ഫക്കുലു മിൻഹ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ. അപ്പോൾ ബാ എന്നുകൊണ്ട് തുടങ്ങുന്ന ബാഇസ് എന്ന പദം ഉള്ള ആയത്താണ്. ഖാനിഅ എന്ന് പറയുന്ന ഖാഫ് കൊണ്ട് തുടങ്ങുന്ന ഈ ആയത്തിനേക്കാൾ മുമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഹിജായി ആയ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചപ്പം അലിഫ് ബ ത സ, ആദ്യം ബാ വന്നിട്ടാണ് ഖാഫ് വന്നിട്ടുള്ളത് എന്നൊരു ഉദാഹരണം അല്ലേ. വൽ കാഫിരീൻ അദാബുൻ അലീം എന്നുണ്ട്, അദാബുൻ മുഹീൻ എന്നും സൂറത്തുൽ മുജാദലൻ്റെ തുടക്കത്തിലുള്ള 2 ആയത്തുകൾ അടുപ്പിച്ച് വരുമ്പോൾ ആദ്യ അദാബുൻ അലീം, കാരണം ഹംസ അലിഫ് കഴിഞ്ഞിട്ടാണല്ലോ, അലിഫ് കഴിഞ്ഞിട്ടാണല്ലോ, അലീം കഴിഞ്ഞിട്ടാണ് മീം. അപ്പോൾ ഒരു കായികയാണ്. ഇങ്ങനെ 5 കായികകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അള്ളാഹു പഠിച്ചതും മനസ്സിലാക്കിയതും നമ്മൾ ഓതുന്ന ഖുർആനും തെറ്റാവാതെ ശരിയായിട്ട് പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നതിൽ അത് കാരണം ഷഫാഅത്ത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ഖുർആൻ്റെ ഖാദിമുകളായിക്കൊണ്ട് നമ്മെ മരിക്കണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ്റെ അഹ്ലുൽ ഖുർആനായി ഖുർആൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്ന ഖുർആൻ്റെ അടിമകളിൽ അല്ലെങ്കിൽ കൂട്ടുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുകൊണ്ടൊക്കെ നമുക്ക് വലിയ അള്ളാഹുവിനടുക്കൽ വലിയ വജ്ഹ് വേണം. അതാണ് ഖുർആൻ പഠനത്തിൻ്റെയും പാരായണത്തിൻ്റെയൊക്കെ മുഖ്യം. അല്ലാതെ മറ്റു ലക്ഷ്യങ്ങളെ കൊണ്ടൊന്നും കാര്യമില്ല. ഭൗതിക ലോകത്ത് എന്തുണ്ടെങ്കിലും മരണത്തോടു കൂടെ എല്ലാം അവസാനിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ തുച്ഛമായിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വരണമെങ്കിൽ അതെല്ലാം സ്വീകാര്യയോഗ്യമാവണം. റബ്ബ് എല്ലാവിധ പാകപ്പിഴവുകളും പൊരുത്തപ്പെട്ട് തന്ന് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആനിനോടുള്ളൊരു ഖിദ്മത്തായിട്ട് അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇത് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരിൽപ്പെട്ട പലരും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മശായിഖന്മാർ, ഖിറാഅത്തിൻ്റെ സിൽസിലയിൽ സനദിലൊക്കെയുള്ള ഷെയ്ഖന്മാർ, അതേപോലെ തന്നെ അങ്ങനെ പോയി മുത്തറസൂലുള്ളാഹി തങ്ങൾ വരെ എത്തുന്ന ആ കണ്ണീരുള്ള എല്ലാവർക്കും അള്ളാഹു ഇത് ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ഖബറൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്ക് വലിയ ഖിദ്മകൾക്കും ഖുർആനിൻ്റെ ആ ഒരു സത്ത മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാ എന്നാണല്ലോ റസൂൽ പഠിപ്പിച്ചത്. അത്തരം വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വഗ്ഫിർ ലനാ വഗ്ഫിർ വാലിദീനാ യാ റഹീമൽ മസാകീൻ. റബ്ബനാ വഗ്ഫിർ ലനാ യാ റബ്ബൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.